ഹായ് ഓൾ അസ്സലാമലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല ബന്ന് പോലെയുള്ളതും അകത്ത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള തുറക്കലപ്പം ഉണ്ടാക്കിയാലോ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രുചിയാണിതിന്. ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 1 മുട്ട, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇളം ചൂടുള്ള പാലും ചേർത്ത് നന്നായി കുഴച്ച് 2 മണിക്കൂർ വെക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 നാരങ്ങയുടെ നീരും ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി റെഡിയായി. ഇനി മാവ് നോക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വലുതായി പരത്തിയെടുക്കണം. ബോട്ടിലിന്റെ മൂടി വെച്ചോ റൗണ്ട് കട്ടർ വെച്ചോ ഇതുപോലെ റൗണ്ടായി പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ പോയിന്റിലേക്കും മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച കുറച്ച് ചിക്കൻ, ഒരു 2 കപ്പോളം ചിക്കൻ ഉണ്ട്. ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1.5 ടീസ്പൂണോളം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച ചിക്കൻ ഫില്ലിംഗ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചിക്കൻ ഫില്ലിംഗ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിന്റെ മേലയിലായിട്ട് ഓരോ ടീസ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിന്റെ മേലെ മയോണീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാനായിട്ട് 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തിയുടെ മേലെ ബോയിൽ ചെയ്ത മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു മുട്ട റൗണ്ടായി 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി അടുത്ത ഷീറ്റ് ഇതിന്റെ മേലയിലേക്ക് കൂടി വെച്ചു കൊടുത്ത് അതിന്റെ സൈഡൊക്കെ നന്നായി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ ഫില്ലിംഗ് ഇട്ട ഭാഗവും റൗണ്ടായി കട്ട് ചെയ്ത് തന്നെ എടുക്കണം. പോയിന്റ് ഇട്ട് കൊടുക്കുകയല്ല, കട്ട് ചെയ്ത് തന്നെ മാറ്റിയെടുക്കാം. ഓരോന്നായി എടുത്തതിന് ശേഷം അതിന്റെ അരികൊക്കെ നന്നായി പ്രസ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടേ ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാവൂ. ഇനി ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേഗം തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് പാത്രത്തിലോട്ട് മാറ്റാം. ഈ അളവനുസരിച്ച് ഒരു 20 തുറക്കലപ്പമായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഫുള്ളായി തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.